ശുഭാനന്ദ തിരുനാമം ആത്മാക്കളിൽ നിത്യമുദിച്ചിടട്ടെ. സർവദോഷങ്ങളെയും തിരുനാമം തീർത്തു രക്ഷിച്ചിടട്ടെ. സർവദോഷങ്ങളെയും തിരുനാമം തീർത്തു രക്ഷിച്ചിടട്ടെ. ഏവർക്കും നിത്യശാന്തി ശുഭാനന്ദ നാമത്തിൽ ഭവിച്ചിടട്ടെ. ചെറുകോൽ തീർത്ഥാടനത്തിന് പ്രാരംഭം കുറിച്ച് അതിനുവേണ്ട നിയമങ്ങൾ പ്രഖ്യാപിച്ച് അത് ആത്മാക്കളെ കൊണ്ട് അനുഷ്ഠിപ്പിച്ച് ആർക്കും ഒരു ക്ലേശവും വരാതെ ഇന്നും നടത്തപ്പെടും. ഞാനെൻ ഗുരുരൂപം കണ്ടേൻ, ഞാനെൻ ഗുരുരൂപം എൻ്റെ ആത്മസ്വരൂപമായി. ഗുരുദേവൻ തിരുമനസ്സിൽ കരുതി ലോകരംഗത്ത് ആത്മാക്കളുടെ രക്ഷയ്ക്കും ശുദ്ധിക്കുമായി അവതരിപ്പിച്ചിട്ടുള്ള ഒരു കർമ്മവും ഇന്നുവരെ പാഴായിട്ടില്ല. നിഷ്കാമകർമ്മം നിത്യവും നിലനിൽക്കും എന്നുള്ളതിന് സാക്ഷിയാണ് ഇത്. കലിയുഗത്തിൽ ജന്മമെടുത്ത മർത്യരുടെ തീരാക്ലേശം തീർത്ത് ആത്മാവിൽ ശുദ്ധിയും ശാന്തിയും പരമാനന്ദവും പ്രദാനം ചെയ്യുകയാണ് കലിയുഗ പുരുഷോത്തമനായ ശുഭാനന്ദ ഗുരുദേവന്റെ അവതാരോദ്ദേശം. ജന്മിയായ ഗുരുനാഥൻ ജന്മങ്ങളുടെ പാപം തീർത്ത് നന്മയെ വളർത്തുവാൻ അശ്രാന്ത പരിശ്രമം ചെയ്യും. ശുഭാനന്ദാദർശം കലിയുഗത്തിന്റെ രക്ഷാമാർഗമാണ്. ശുഭാനന്ദ ഗുരുദേവൻ കലിയുഗ രക്ഷകനുമാണ്. ശുഭാനന്ദ ഗുരുദേവൻ കലിയുഗത്തിലെ കൽകിയാണെന്നാണ് എൻ്റെ വിശ്വാസം. ആത്മാക്കളെ എല്ലാം ഒന്നാണെന്നും സൃഷ്ടിതാവായ സർവശക്തി ആ സകല ഉൾക്കൊണ്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഇതിനെ രണ്ടായി തോന്നിപ്പിക്കുവാൻ സർവശക്തൻ സൃഷ്ടിവശാൽ കർമ്മങ്ങൾ നടത്തി. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തി ആത്മാക്കളെ ഒന്നാണെന്നുള്ള ബോധത്തോടുകൂടി ശാന്തിയിലും സമാധാനത്തിലും സ്നേഹത്തിലും സാഹോദര്യത്തിലും വളർത്തുവാനുള്ള ഒരു ആദർശമാണ് ഇതെന്നാണ് എൻ്റെ വിശ്വാസം. ശരണപ്പെട്ട് പ്രാർത്ഥിച്ച് ഭഗവാന്റെ കർമ്മം പുലർത്തുന്നതിൽ സഹായികളായി വർത്തിക്കുന്നവരാണ് ഭാഗ്യമുള്ളവർ. അനന്തമായ ഈ ഭാഗ്യത്തിന് അവകാശികളായി തീരുവാൻ ജാതിമത ഭേദമില്ല, സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. എല്ലാം ഭഗവാന്റെ ഓമന സന്തതികളാണെന്ന ബോധം മാത്രം. ഒരു നാശമില്ല പരമാത്മരൂപം. പരമാനന്ദാവസ്ഥ ആത്മാക്കളിൽ സ്ഥാപിക്കുവാൻ ഭഗവാന്റെ കൽപ്പനകളും നിയമങ്ങളും പാലിച്ച് നാമസങ്കീർത്തനം പാടി സ്തുതിച്ച് ഇഹലോകം മറന്ന് പരലോകത്തിൽ വാഴുന്ന വാഴ്ചദാനം ചെയ്യുവാൻ ശുഭാനന്ദ ഗുരുദേവനല്ലാതെ ഗുരുദേവനും ആളല്ല എന്ന അനുഭവത്തിൽ കൂടി സമ്മതിക്കുന്ന അനേകായിരങ്ങളുടെ സംഗമമാണ് ചെറുകോൽ തീർത്ഥാടനം.
ചെറുകോൽ തീർത്ഥാടനത്തിന് പല പ്രത്യേകതകളുമുണ്ട്. വിട്ടുവീഴ്ചയില്ലാത്ത നിയമാനുഷ്ഠാനമാണ് പരമപ്രധാനമായ പ്രത്യേകത. അനുഷ്ഠാനത്തിനെ ഫലമുള്ളൂ. ശരിയായ വിധത്തിൽ വ്രതമനുഷ്ഠിച്ച് പുണ്യസങ്കേതങ്ങളിലേക്ക് തീർത്ഥയാത്രയായി പോയാൽ തീർച്ചയായും അത് ആത്മാവിൽ ഗുണവും ഫലവും ചെയ്യും. നിയമവും ഭക്തിയും കൂടാതെ പുണ്യസ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് കയ്യിൽ കാശില്ലാതെ കടയിൽ നിന്ന് സാധനം വാങ്ങാൻ പോകുന്നത് പോലെയാണ്. ഒരു ഫലവുമില്ലാത്ത ഒരു യാത്ര. നാം ചെയ്യുന്ന കർമ്മം സഫലമായി തീരണമെങ്കിൽ അത് പൂർണ്ണമായും നിയമാധിഷ്ഠിതമായിരിക്കണം. അതുകൊണ്ടാണ് ശുഭാനന്ദ ഗുരുദേവൻ ആത്മാക്കൾക്ക് നിയമജീവിതം വിധിച്ചിരിക്കുന്നത്. നിയമം പാലിച്ചുകൊണ്ട് നാം സ്തുതിക്കണം. എങ്കിൽ മാത്രമേ നാമത്തിന്റെ രൂപമായ പരമഗുരു ആത്മാവിൽ രൂപം പ്രാപിക്കും. തീർത്ഥാടനം ഭഗവാൻ ശിവാനന്ദ ഗുരുദേവൻ്റെ തിരുഹൃദയത്തിൽ കണ്ടിരുന്നത് ആനന്ദജി ഗുരുദേവനിൽ കൂടെ ഭഗവാൻ അത് ആദ്യം 5 വെള്ളിയാഴ്ച വ്രതം കൊടുത്ത് പിന്നെ അത് 12 വെള്ളിയാഴ്ചയായിട്ട് ആത്മാക്കൾക്ക് അന്ധകാരങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒഴിവായി പാപശാപങ്ങൾ ഒഴിവായി സർവ്വദോഷങ്ങളും തീർന്ന് നമ്മൾ ചെയ്യുന്ന മനസ്സാവാച കർമ്മണ ഉള്ള കുറവ് കുറ്റങ്ങളൊക്കെയും മഹാശക്തിയോട് അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 12 വെള്ളിയാഴ്ച പരിശുദ്ധമാകുന്ന വ്രതമെടുത്തുകൊണ്ട് പാപഭാരങ്ങളാകുന്ന ഇരുമുടി കെട്ടുമേന്തി ഭഗവാന്റെ സന്നിധാനത്തിലെത്തി അനുഗ്രഹം പ്രാപിക്കാനും പാപശാപങ്ങൾ ഒഴിവാക്കി ജന്മമുക്തിക്ക് അർഹരായി തീരാനും തക്ക വിധത്തിൽ ഭഗവാന്റെ ശരീരം മാറി മാറി സ്വീകരിച്ച് ആനന്ദജി ഗുരുദേവനിൽ കൂടാണ് ഇത് നടപ്പാക്കി തന്നത്. ഇപ്പം ഗുരുപ്രസാദ് ഗുരുദേവനിലും സദാനന്ദ സിദ്ധ ഗുരുദേവനിൽ കൂടെ ഇപ്പമാണ് ഇരുന്നുകൊണ്ട് നമുക്കത്. ജീവിതശുദ്ധി, അതാണ് നാം നമ്മുടെ വ്രതാനുഷ്ഠാനങ്ങളിൽ കൂടി നേടേണ്ടത്. പരിശുദ്ധ ജീവിതം, അത് പരമാനന്ദമാണ്. ഒരു പരിമളം പോലെ അതാരും ഇഷ്ടപ്പെടും. ഗുരുദേവ തിരുവടികൾ ഇങ്ങനെ കേൾക്കും: ഒരു പരിമളം പോലെ അതാരും ഇഷ്ടപ്പെടും. ചെറുകോൽ തീർത്ഥാടനം അവനവന്റെ ആത്മാവിലേക്കുള്ള ഒരു തീർത്ഥാടനമാണ്. ആത്മാവെന്നാൽ എന്താണെന്ന് മറ്റുള്ളവരെക്കാൾ കൂടുതലായി ആത്മബാധികളെ ഭഗവാൻ അറിയിച്ചിട്ടുണ്ട്. ഞാൻ ആത്മാവാണെന്നുള്ള ബോധമാണ് ആത്മബോധം. നശിച്ചു പോകുന്ന ഭോഗാദി വസ്തുക്കളൊന്നും ആത്മാവല്ലെന്ന് അറിവുള്ളവർ പറഞ്ഞിട്ടുണ്ട്. സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾക്ക് അന്യമായി, പഞ്ചകോശങ്ങൾക്ക് അതീതമായി, 3 അവസ്ഥകൾക്ക് സാക്ഷിയായി സച്ചിദാനന്ദ സ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു ആത്മാവ് എന്ന് ആചാര്യസ്വാമികൾ പറഞ്ഞിട്ടുണ്ട്. ദൃശ്യവസ്തുക്കളിലൊന്നും ആത്മാവിനെ തേടേണ്ട. കാരണം ആത്മാവ് അദൃശ്യമാണ്. അറിവാണ് ആത്മാവെന്ന് ആത്മബോധം നമ്മെ പഠിപ്പിക്കുന്നു. ശിവാനന്ദ ഗുരുദേവൻ ആത്മലോകത്തിൻ്റെ ദുഃഖത്തെ പരിഹരിച്ച് കഷ്ടതയും യാതനയും അനുഭവിച്ചു വളരുന്ന ആത്മാക്കളെ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ നിന്ന് ഉദ്ധരിക്കുവാൻ വേണ്ടി അവതരിച്ച യുഗപുരുഷനാണ് ശിവാനന്ദ ഗുരുദേവൻ. ശിവാനന്ദ ഗുരുദേവൻ ആത്മബോധോദയം എന്ന സംഘം സ്ഥാപിച്ചത് ആത്മലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അമ്മയ്ക്ക് വ്യക്തിപരമായി എന്താണ് അനുഭവം പറയാനുള്ളത്? എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ പറഞ്ഞാൽ, ഞാൻ 1965 ഈ ശിവാനന്ദ പാദത്തിലെത്തി ആനന്ദജി ഗുരുദേവൻ്റെ തൃപ്പാദങ്ങൾ വണങ്ങി ഈ തിരുസന്നിധിയിൽ സന്തോഷത്തോടെ എൻ്റെ ദുഃഖങ്ങളെല്ലാം മറന്ന് ഈ പരമാനന്ദത്തിൽ വളരുവാൻ എന്നെ ഗുരുദേവൻ അനുവദിച്ചു. അത് എൻ്റെ ഒരു പരമഭാഗ്യമായിട്ട് കരുതുന്നു. സൃഷ്ടികൾക്ക് ജനിച്ചതിന് ശേഷമുള്ള അറിവേയുള്ളൂ. സൃഷ്ടിക്ക് മുമ്പുള്ള അറിവ് സൃഷ്ടാവിൽ അടങ്ങിയിരിക്കുന്നു. സൃഷ്ടാവിൻ്റെ ഇഹലോകത്തേക്കുള്ള എഴുന്നള്ളത്താണ് അവതാരം. അവതാരം എന്തെന്ന് ശുഭാനന്ദ ഗുരുദേവൻ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: അവതാരം എന്തെന്നറിയാമോ നിന്നിൽ അവതരിപ്പിച്ചുള്ള അവതാരം സ്ഥൂലമല്ല, സൂക്ഷ്മമാണ്. അറിവും സ്ഥൂലമല്ല, സൂക്ഷ്മമാണ്. ആ അറിവെടുക്കുന്ന സ്ഥൂലദേഹമാണ് ഗുരുവിന്റെ ദൃശ്യരൂപം. ആ രൂപം പ്രത്യക്ഷമാകുമ്പോഴാണ് നാം ഗുരുവിനെ ബാഹ്യനേത്രങ്ങൾ കൊണ്ട് കാണുന്നത്. സ്ഥൂലത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന സൂക്ഷ്മത്തെയാണ് നാം കാണേണ്ടത്. ആ രൂപത്തെ കണ്ടു കഴിയുമ്പോഴാണ് കാണേണ്ട രൂപത്തെ കണ്ടുകിട്ടി ഇനി കാണാൻ ഈ ലോകത്ത് ഒന്നുമില്ല എന്ന അവസ്ഥ വരുന്നത്. ഗുരുവിന്റെ സൂക്ഷ്മരൂപം അറിവിന്റെ പൂർണ്ണരൂപമായി അനുഭവമാക്കുന്നത് ഗുരുനാഥൻ തന്നെയാണ്. ഇവിടെ വന്ന് എൻ്റെ ഗുരുനാഥൻ്റെ അറിവിൽ കൂടി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ
ഇതിൽ വലുതായൊരു നിധി, ഒരു സമ്പാദ്യം ഈ ലോകത്തില്ല എന്നെനിക്ക് ബോധ്യമാകുകയും എന്നെ അറിയാനുള്ള അറിവ് എന്നിൽ തന്നെ അടങ്ങിയിരിക്കുന്നു എന്നുള്ള അറിവ് എനിക്ക് എൻ്റെ ഗുരുവിൽ കൂടി ബോധ്യമായി കിട്ടിയപ്പോൾ സർവത്തെയും അറിയാനുള്ള അറിവ് ഗുരുവിൽ നിന്ന് സർവാത്മാക്കൾക്ക് കിട്ടുന്നെന്നും ആ അറിവിൽ കൂടി മാത്രമാണ് നമ്മളെല്ലാവരും ഒന്നാണെന്നും ഉള്ള ആ അറിവിൽ കൂടി ജീവിക്കാൻ പറ്റുന്നത്. ഇതിൽ വലിയൊരു ഭാഗ്യം ഈ പ്രപഞ്ചത്തിൽ സമ്പാദിക്കാനില്ല. ആത്മീയമായ അറിവോതി ശിഷ്യനെ തന്നെപ്പോലെ തന്നെയാക്കി തീർക്കുന്നു പരമഗുരു. അങ്ങനെ സമ്പൂർണ്ണാത്മാവായ ഗുരുവിൽ കൂടിയല്ലാതെ ഒരു വ്യക്തിക്ക് ആത്മദർശനം ഉണ്ടാവുകയില്ല. ആത്മാവിനെ മറച്ചിരിക്കുന്നത് മായയാണ്. ഈ മായ മറമാറ്റി അറിവിന്റെ അരുണപ്രഭയിലേക്ക് ശിഷ്യനെ ഗുരുദേവൻ നയിക്കുമ്പോൾ എന്റെ ഗുരുനാഥൻ സ്ഥൂലമല്ല, സൂക്ഷ്മമായ എന്നിൽ വസിച്ചിരുന്നു എന്ന് ശിഷ്യന് ബോധ്യമാകും. അങ്ങനെ ഞാൻ എൻ്റെ ഗുരുവിൽ നിന്ന് ജന്മമെടുത്തതാണ്. എൻ്റെ ആത്മാവ് എൻ്റെ ഗുരുവിൻ്റെ അംശമാണ്. എൻ്റെ കർമ്മം എൻ്റെ ഗുരുവിൻ്റെ കർമ്മം തന്നെയാണ്. എൻ്റെ അനുഭവം എൻ്റെ ഗുരുവിൻ്റെ അനുഭവമാണ്. ഇത് ബോധ്യമാകുമ്പോൾ ആ വ്യക്തി ആത്മബോധിയായി. ആ ആത്മബോധം ഉളവാകാൻ വേണ്ടി ആത്മാവിനെ അറിയിക്കണം. തന്നിൽ തന്നെ കാണുക ദൈവം തന്നിലുണ്ട് എന്ന ഗുരുവാക്യമറിഞ്ഞ് ഗുരുവിൽ വിശ്വസിച്ച് അറിവുകൾ വഴിപോലെ ഗ്രഹിച്ച് ഗുരുകർമ്മം ചെയ്താൽ ഗുരുവും താനും ഒന്നല്ലോ രണ്ടെന്ന പദമില്ല എന്ന അവസ്ഥയിലെത്തും. ആ അവസ്ഥയിലേക്കായിരിക്കണം ആത്മാവിൻ്റെ തീർത്ഥയാത്ര. ഞാൻ ആരാണെന്നറിയുക. ഞാൻ ജ്ഞാനവും സത്യവും ആനന്ദവുമാണെന്നും ഞാൻ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന വസ്തുവാണെന്നും അഖണ്ഡവും ഞാനാണെന്നുള്ളതായ പരമബോധത്തെ ആത്മാക്കളിൽ ഉദിപ്പിച്ച് ആത്മാവിൽ ആനന്ദിക്കുവാൻ ശുഭം അന്ത്യം മംഗളം. ആ ശുഭത്തിൽ ആനന്ദം ആത്മാവിൽ അനുഭവപ്പെടുത്തുന്ന ആദർശമാണ് ശുഭാനന്ദ ആദർശം ആത്മബോധോദയ സ്തംഗം. ആത്മബോധോദയ സ്തംഗത്തിൻ്റെ പരമാധികാരി പരമഗുരു സൃഷ്ടാവ് ശുഭാനന്ദൻ തന്നെയാണെന്നാണ് ആത്മാക്കളിൽ അത് അനുഭവപ്പെടുത്തുകയാണ്. ഞാൻ എല്ലാവരിലും ഉണ്ട്. ആ ഞാൻ ആദിയിലുള്ളതാണെന്നും അത് ഉണ്ടായതല്ലെന്നും ആ ഞാനാണ് എല്ലാ മനുഷ്യനിലും വാഴുന്നതെന്നും ആ ഞാൻ സത്യമാണ്, ജ്ഞാനമാണ്, ആനന്ദമാണ്. ഇത് ഓരോരുത്തരിലും അനുഭവപ്പെടുത്തുക എന്നുള്ളതാണ് ഗുരുവിൻ്റെ അവതാര ഉദ്ദേശം.